ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. സുഖമാണോ? സുഖമാണോ? ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെയാ പറയണ്ടേ? മറുപടി എങ്ങനെയാ പറയണ്ടേ? നല്ല നല്ല വിശേഷം. ഓക്കെ. ടീച്ചർ ഹാപ്പിയാണ് കേട്ടോ. സുഖമാണെന്നും നല്ല വിശേഷമാണെന്നും കേൾക്കുന്നതിൽ ടീച്ചറിന് സന്തോഷം. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കാറുണ്ടോ? പഠിക്കാറുണ്ടോ? ഉണ്ട്. ഓക്കെ ആണോ? യെസ്. അപ്പോൾ അതും ടീച്ചറിന് കൂടുതൽ സന്തോഷമാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പതുക്കെ നീങ്ങാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചത് എന്താണ്? ആദ്യം അക്ഷരങ്ങൾ പഠിച്ചു, പിന്നെ നമ്മളത് സ്വരാക്ഷരത്തിലേക്ക് വന്നു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്തത്? സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ചിഹ്നങ്ങളും നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള അക്ഷരങ്ങളും ചേർത്ത് എങ്ങനെ ഓരോ അക്ഷരങ്ങളും ഉച്ചാരണം എന്നുള്ളത് നമ്മൾ പഠിച്ചു. എങ്ങനെ ഉച്ചരിക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ? അത്രം വരെയാണ് നമ്മൾ പഠിച്ചത്. ഇതുവരെയായിട്ട് നമ്മൾ വാക്കുകളിലേക്ക് വന്നിട്ടില്ല അല്ലേ? നമ്മൾ വാക്കുകൾ പറയാനായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടില്ല അല്ലേ? അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? കുഞ്ഞു കുഞ്ഞു വാക്കുകൾ നമുക്ക് പറയാം. 2 അക്ഷരം ചേർത്ത് വയ്ക്കുന്ന വാക്കുകൾ നമുക്ക് പഠിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് വാക്കുകൾ നമ്മളത് എങ്ങനെയാണ് എഴുതുന്നത്, അതെങ്ങനെ പറയുന്നു എന്നുള്ളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നേ മതിയാകും. ഓക്കെ, നമ്മളപ്പോൾ അക്ഷരങ്ങൾ പഠിച്ചു, പിന്നീട് അതിൻ്റെ ചിഹ്നങ്ങൾ പഠിച്ചു. ചിഹ്നങ്ങളും അക്ഷരങ്ങളും ചേർത്ത് എങ്ങനെ ഉച്ചരിക്കാം എന്ന് പഠിച്ചു. വാക്കുകളിലേക്കാണ് ടീച്ചർ പറയാറില്ലേ, നിങ്ങൾ വളരെ കുഞ്ഞായിരുന്നു നമ്മൾ തുടങ്ങിയപ്പോൾ അല്ലേ? പഠിച്ച് 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 നമ്മൾ അറിവിൽ ഓരോ ക്ലാസ് കഴിയുമ്പോഴും കുഞ്ഞിതായി കുഞ്ഞിതായി കുഞ്ഞു 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 പിന്നെ വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ വാക്കുകൾ പഠിക്കാം. ശ്രദ്ധിച്ചിരിക്കാം. നിങ്ങൾക്ക് പറ്റുന്ന വാക്കുകളാണ്. പറയാൻ പറ്റും, എഴുതാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണ് ഉച്ചരിക്കാനും നിങ്ങൾക്ക് പറ്റും. അപ്പോൾ നമ്മൾ വാക്കുകൾ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ടീച്ചറോട് എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ നോക്കിയേ. നമ്മൾ പഠിച്ചിട്ടുള്ള അക്ഷരങ്ങളാണ്. ത, റ, പ, ന, ല, ര. ഇത്രയും അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വാക്കുകൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, പഠിച്ചാലോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? പഠിക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ അക്ഷരം നമ്മൾ എടുക്കുകയാണ്. ത. ഉണ്ടോ? ഇനി ഇതിനോട് നമ്മൾ ഒരക്ഷരം കൂടെ നമ്മൾ ചേർക്കും. മനസ്സിലായോ? ഇത് അക്ഷരങ്ങളായിട്ടാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? ത നമ്മൾ ഒരെണ്ണം ഇവിടെ എഴുതും, പിന്നെ റ നമ്മൾ ഇവിടെ എഴുതും അല്ലേ? ഇവിടെ സ്പേസ് ഇട്ടിട്ടാണ് എഴുതുന്നത്. പക്ഷെ വാക്കുകൾ എഴുതുമ്പോൾ എന്ത് വേണ്ട? നമുക്ക് അത്രയും സ്പേസ് വേണ്ട. കണ്ടോ? അത്രയേ ഉള്ളൂ സ്പേസ്. നമുക്ക് ഒരുമിച്ച് അതൊരൊറ്റ വാക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതുന്നത്. കണ്ടോ? അപ്പം നമ്മളിത് ഓരോ അക്ഷരങ്ങളായിട്ട് പഠിക്കണമെങ്കിൽ ത, പിന്നെ റ. കണ്ടോ? ഇവിടെ സ്പേസ് ഉണ്ട്. വാക്കുകളായിട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ സ്പേസിൻ്റെ ആവശ്യം അത്രയും വരുന്നില്ല. അതൊരൊറ്റ വാക്കാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു വാക്ക് പഠിച്ചു കഴിഞ്ഞു. ത, റ. എന്താണ്? തറ. ഏതാണ് വാക്ക്? തറ. എന്താണ് ഈ തറ? തറ എന്താന്ന് മനസ്സിലായോ? എന്താണ് തറ? ഒന്ന് പറഞ്ഞേ. എന്താണ് തറ? നമ്മൾ വീടൊക്കെ പണിയുന്നതിന് മുന്നേ നമ്മൾ കെട്ടുന്നില്ലേ അല്ലേ? വീട് പണിയുന്നതിന് മുന്നേ നമ്മൾ കെട്ടുന്നതാണ് തറ അല്ലേ? വീട് പണിയുന്നതിന് അല്ലെങ്കിൽ ഒരു കെട്ടിടം പണിയുന്നതിന് മുന്നേ നമ്മൾ കെട്ടുന്നതാണ് തറ.
ഇനി അതിൽ എളുപ്പത്തിൽ ടീച്ചർ പറഞ്ഞു തരാം. തുളസിത്തറ എന്ന് കേട്ടിട്ടുണ്ടോ? ചില വീടുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും തുളസിത്തറയുണ്ട്. അതായത് ഒരു തറ പോലെ ഇത് കെട്ടിവെക്കും. ടീച്ചർ അത് പിക്ചർ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് തറ. കണ്ടോ തറ കെട്ടിയിരിക്കുന്ന കണ്ടോ? താഴെ ഏറ്റവും ബേസായിട്ട് അല്ലേ, വീടോ കെട്ടിടോ അല്ലെങ്കിൽ മേലേക്കൊക്കെ പണിയുന്നതിന് മുന്നേ നമ്മൾ ഏറ്റവും ബേസായിട്ട് കെട്ടുന്നതാണ് തറ. അതാണ് അടിസ്ഥാനം, ഏറ്റവും ബേസാണത്. അതുകൊണ്ടാണ് ടീച്ചർ പറയാറില്ലേ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ തറയായിട്ട് പഠിക്കണമെന്ന് നമ്മൾ പറയാറില്ലേ. തറക്കല്ല് ഇടുന്ന പോലെ അത്രയും സ്ട്രോങ് ആയിട്ട് വേണം നമ്മൾ കാര്യങ്ങളെ പഠിക്കാനായിട്ട്. അപ്പം നമ്മൾ പഠിച്ചു ഇതാണ് തറ. ഇതിപ്പോൾ ചിത്രത്തിൽ കാണുന്നത് ഇങ്ങനെ പഠിക്കുക. പേരൻസിൻ്റെ കൂടെയൊക്കെ പോകുമ്പോൾ നിങ്ങൾ ചോദിക്കണം എന്താണ് തറ, തറ കെട്ടുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞങ്ങളിന്ന് കാണിച്ചു തരുമോ ചോദിക്കാം. അപ്പോൾ അവർ യാത്രകൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ അടുത്ത് എവിടെയെങ്കിലും കെട്ടിടം പണിയുന്നതോ വീട് പണിയുന്നതോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തറ എന്താണ്, എങ്ങനെയാണ് തറ ഇടുന്നത്, തറക്കല്ല് കെട്ടുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പേരൻസ് പറഞ്ഞു തരും. ഓക്കെ, അവരോട് നമ്മൾ ചോദിക്കണം. അപ്പോൾ നമുക്കിന്ന് അടുത്ത അക്ഷരത്തിലേക്ക്, അടുത്ത അക്ഷരവും വാക്കിലേക്കും നമുക്ക് പോകാം. ഓക്കെ, രണ്ടാമത്തത് അടുത്ത അക്ഷരത്തിലേക്കും വാക്കിലേക്കും നമുക്ക് പോവാം. അപ്പൊ നമ്മള് തറ ചേർത്ത് തറ എന്ന വാക്ക് നമ്മൾ പഠിച്ചു. അടുത്തത് പ. ഏതാണ്? പ. പ എഴുതി. പ എഴുതിയില്ലേ? അടുത്തൊരു അക്ഷരം നമുക്ക് ചേർത്ത് എഴുതാം. എന്താണിത്? റ. ഒന്ന് കൂട്ടി വായിച്ചേ. പ റ, പറ. എന്താണ്? പറ. എന്താണ് ടീച്ചറെ പറ? ഞങ്ങൾക്ക് അറിയില്ല, കണ്ടിട്ടില്ല. ടീച്ചർ ഒന്ന് കാണിച്ചു തരാമോ? തീർച്ചയായും ടീച്ചർ കാണിച്ചു തരാമല്ലോ. നോക്കിയേ, ഇതാണ് പറ. എന്താണിത്? പറ. ഇതെന്താ? അത് നെല്ലൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. നമ്മൾ ഓരോന്ന് അളക്കാനായിട്ട് ഒരളവുകൾ ഉണ്ട് അല്ലേ? നമ്മൾ അളവുകൾ പറയില്ലേ, 1 കിലോ 2 കിലോ 4 കിലോ അല്ലേ? അപ്പൊ ചില സാധനങ്ങൾ അളക്കുന്നതിന് ചില ഉപകരണങ്ങളുണ്ട്. അപ്പൊ നമ്മൾ നെല്ലൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന നെല്ല്, അരി, കഴിക്കുന്ന അരിയില്ലേ, ചോറ്, അരി, നെല്ല്, അരി, അതാണ് പിന്നെ ചോറായിട്ട് നമ്മൾ കഴിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നെല്ല് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? പറ. എന്ന് പറഞ്ഞേ. പ റ, പറ. ഉണ്ടാ? പ റ, പറ. കിട്ടിയോ? 2 വാക്കുകൾ നമ്മളിന്ന് പഠിച്ചു കഴിഞ്ഞോ? 2 വാക്കുകൾ പഠിച്ചു കഴിഞ്ഞില്ലേ? ഓക്കെ. ടീച്ചർ ഈ അക്ഷരങ്ങളോട് എഴുതിയിട്ടുണ്ട്. ഈ 2 വാക്കുകൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചാൽ മതി. പിന്നീട് ഈ അക്ഷരങ്ങളൊക്കെ ചേർത്ത് വരുന്നത് അടുത്ത ഓരോരോ ക്ലാസ്സുകളിലായിട്ട് നമുക്ക് പഠിക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, മനസ്സിലാവില്ല. ഒരുപാട് തന്നാൽ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 വാക്കുകൾ നമുക്ക് പഠിച്ച് നിർത്താം. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? തറ. ഇതാണ് തറ. അല്ല, തറ സ്ട്രോങ് ആയിട്ടുള്ളത് തറ. അടുത്തത് എന്താണ് നമ്മൾ പഠിച്ചത്? പറ. ഉണ്ടാ? തറ പഠിച്ചു. പിന്നെ ഓക്കെ. അടുത്ത ക്ലാസ്സിൽ കാണാം. നന്നായിട്ട് ഉറക്കെ പറഞ്ഞ് എഴുതി പഠിക്കുക. ശുഭദിനം.